Hello everyone, welcome to Coach India Academy's Target MBBS 2023 series. ഇന്ന് നമ്മൾ ക്ലാസ് 12ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ രണ്ട് മെയിൻ കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെയാണ്? മൈക്രോസ്പോറോജെനസിസും മൈക്രോഗെമിറ്റോജെനസിസ്. പോളൻ ഗ്രെയിൻ്റെ ഫോർമേഷനും മൈക്രോസ്പോർസിൻ്റെ ഫോർമേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്തൊരു ഫ്ലോ ചാർട്ടാണ്. സോ കമ്മിങ് ടു മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മൈക്രോഗെമിറ്റോജെനസിസ്. നമുക്കറിയാം ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് സ്റ്റേമനാണ്. സ്റ്റേമൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമല്ലോ. ആന്തർ ലോബ്സ് ഉണ്ട്, താഴെ ഒരു ഫിലമെൻറ്റും ഉണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന ഭാഗം കണക്റ്റീവ്. സോ ദിസ് ഇസ് ദി സ്റ്റേമൻ. അപ്പോൾ ഒരു വേൾ ഓഫ് സ്റ്റേമൻസിനെ നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ദിസ് ദ ആൻഡ്രീഷ്യം പാർട്ട് ഓഫ് ദ ഫ്ലവർ. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് വേളിനെ ആൻഡ്രീഷ്യം എന്നും ആൻഡ്രീഷ്യത്തിൻ്റെ ഓരോ പാർട്ടിനെ നമ്മൾ സ്റ്റേമൻ എന്നും വിളിക്കും. ഇനി ഇവിടെ നോക്കുക, ആന്തർ യങ് കണ്ടീഷനിൽ എങ്ങനെയിരിക്കും? അപ്പോൾ യങ് സ്റ്റേജ് തൊട്ട് നമ്മളതിൻ്റെ സ്പോറോജീനസ് ടിഷ്യൂവിൽ ഡെവലപ്മെൻറ്റ്, മൈക്രോസ്പോ മദർ സെല്ലിൻ്റെ ഫോർമേഷൻ, മൈക്രോസ്പോസിൻ്റെ ഫോർമേഷൻ ആൻഡ് ഫൈനലി അതെങ്ങനെ പോളൻ ഗ്രെയിൻസ് ആന്തറിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. ഇത്രയും സ്റ്റേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് പാർട്ട്, മാസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ്. ആന്തറിൻ്റെ ഉള്ളിൽ ഒരു മാസ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ഡെവലപ്പ് ചെയ്യാണ്. അതെങ്ങനത്തെ സെൽസാണ്? ഹോമോജീനസ് ആയിട്ടുള്ള സെൽസാണ്. ഹോമോജീനസ് ഒരേപോലത്തെ സെൽസ്. മെറിസ്റ്റമാറ്റിക്. മെറിസ്റ്റമാറ്റിക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലേ? കോൺസ്റ്റൻ്റ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസാണ്. ആന്തറിൻ്റെ ഏറ്റവും ഔട്ടർ ലെയർ എപ്പിഡെർമിസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്തു? What is developing inside? Mass of undifferentiated cells. എല്ലാം ഒരേപോലത്തെ സെൽസ് ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു. ഇത് യങ് ആന്തർ ആണ് കേട്ടോ. യങ് ആന്തറിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്റ്റേജ് നമുക്ക് ആദ്യം കാണാം. ഇനി എന്താ സംഭവിക്കുക? ഈ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസിൽ കുറച്ച് ചേഞ്ചസ് വരികയാണ്. ഓക്കെ, എങ്ങനത്തെ ചേഞ്ചസ് വരും? അവരുടെ ന്യൂക്ലിയസ് കുറച്ചൊന്ന് പ്രോമിനൻ്റ് ആയി ധാരാളം സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്തു. ഇതാണ് ചേഞ്ച്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? യു ഗെറ്റ് ആൻ ആർക്കിസ്പോറിയൽ സെൽ. ആ വാക്ക് ശ്രദ്ധിക്കുക, ആർക്കിസ്പോറിയൽ സെൽ ഒരു ഇനീഷ്യൽ സെല്ലാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഡിവിഷനാണ്. ആ വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ദേ ഡിവൈഡ് പെരിക്ലൈനലി. പെരിക്ലൈനലും ആൻറ്റിക്ലൈനൽ രണ്ട് വാക്കുകൾ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണും. പെരിക്ലൈനൽ, ആൻറ്റിക്ലൈനൽ. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ എങ്ങനെയാണ്? ആർക്കിസ്പോറിയൽ സെല്ല് ഫോം ചെയ്തു. They divide periclinally. So the division is like this, horizontal ആയിട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ലെയേഴ്സ് ആയി അല്ലേ? ഇത് ലെയർ 1, ലെയർ 2. രണ്ട് ലെയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ പെരിക്ലൈനൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുമ്പോൾ രണ്ട് ലെയേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഓർത്തിരിക്കാനായിട്ട് ഏറ്റവും എളുപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെയാണല്ലേ ഡിവൈഡ് ചെയ്യുക. റൈറ്റ്, 2 layers are formed. Is that okay? ചില സെൽസ് it's towards the epidermis and some of the cells are towards the center. Is that okay? അപ്പോൾ ഇവിടെ നോക്കുക, primary parietal cell. Primary parietal cell is towards the epidermis. Outer regionലേക്ക് primary parietal cells ഫോം ചെയ്യും. അപ്പോൾ ഇത് എപ്പിഡെർമിസിലേക്ക് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇത് primary parietal. Towards the inner side നമുക്ക് ഏത് സെൽസ് കിട്ടും? പ്രൈമറി സ്പോറോജീനസ് സെല്ല് കിട്ടും. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ഇന്നർ പാർട്ട്. ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. പ്രൈമറി സ്പോറോജീനസ് സെൽ. ഓക്കെ, ഇനിയുള്ള ഡിവിഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം പ്രൈമറി പാരൈറ്റൽ സെല്ലിൽ എന്തൊക്കെ ഡിവിഷൻസ് നടക്കുന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് സ്പോറോജീനസ് സെല്ലിലേക്ക് വരാം. So these cells are just below the epidermis. First layer already formed ചെയ്തു അല്ലേ? Epidermis is already formed. Now what happens is the primary parietal cell will undergo 2 types of divisions. ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. പെരിക്ലൈനൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു,
അടുത്ത ഡിവിഷനാണ് ആൻറ്റിക്ലൈനൽ. ഓക്കെ, ഇപ്പോൾ ഒരു സെല്ലുണ്ട്, പ്രൈമറി പാരൈറ്റൽ സെല്ലാണ്, പെരിക്ലൈനലി ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ കുറച്ച് സെൽസ് കൂടുതൽ വരയ്ക്കാം. ഇറ്റ് ഹാസ് ഡിവൈഡഡ് പെരിക്ലൈനലി. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടുക. ഇനി ആൻറ്റിക്ലൈനൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ രണ്ട് ഡിവിഷൻസ് നടക്കുകയാണ്. പെരിക്ലൈനൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ, യു ആർ ഗെറ്റിംഗ് മോർ ലെയേഴ്സ്. ആൻറ്റിക്ലൈനൽ വെർട്ടിക്കൽ ആയിട്ടാണ്. ഓരോ ലെയറിലും നമ്പർ ഓഫ് സെൽസ് കൂടുകയാണ് അല്ലേ? ലുക്ക് അറ്റ് ദിസ്. ഓരോ ലെയറിലും നമ്പർ ഓഫ് സെൽസ് കൂടിയോ? ഇങ്ങനെയുള്ളൊരു ഡിവിഷനാണ് ആൻറ്റിക്ലൈനൽ. അപ്പം നമ്പർ ഓഫ് ലെയേഴ്സും കൂടി, ഓരോ ലെയറിലുള്ള നമ്പർ ഓഫ് സെൽസും കൂടിയിട്ടുണ്ട്. റൈറ്റ്? സോ വാട്ട് ഡു വി ഗെറ്റ്? വി ഗെറ്റ് a number of layers. ആൻഡ് എപ്പിഡെർമിസ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് 3 ലെയേഴ്സും കൂടി ഫോം ചെയ്യണം. അപ്പോൾ അവിടെ നോക്കുക, ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ് യു ഹാവ് അനദർ ലെയർ വിച്ച് ഇസ് കോൾഡ് എൻഡോത്തീഷ്യം. അടുത്ത ലെയറാണ് മിഡിൽ ലെയർ, ആൻഡ് ദ തേർഡ് ലെയർ, ദ ഇന്നർമോസ്റ്റ് ലെയർ ഇസ് കോൾഡ് ടെപ്പീറ്റം. ഓക്കെ, അപ്പോൾ 3 ലെയേഴ്സ് കിട്ടി. എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. അപ്പോൾ എത്ര വോൾ ലെയേഴ്സ് ഉണ്ട്? ആന്തറിന് എത്ര വോൾ ലെയേഴ്സ് ഉണ്ട്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടെപ്പീറ്റം. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. എപ്പിഡെർമിസും എൻഡോത്തീഷ്യവും മിഡിൽ ലെയറിനും കോമൺ ആയിട്ടുള്ള 2 ഫങ്ഷൻസ് ഉണ്ട്. മെയിനായിട്ടും നമുക്കറിയാം, എപ്പിഡെർമിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ലെയറാണ്, ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ് അല്ലേ? എല്ലാ ഓർഗാനിസത്തിലും എപ്പിഡെർമിസ് ചെയ്യുന്ന ഫങ്ഷൻ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ആ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. അത് കൂടാണ്ട് ഒരു ഫങ്ഷനും കൂടി ഉണ്ട്. നമ്മുടെ ആന്തർ മെച്ചുറായി എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ട് അല്ലേ? ഈ പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ആന്തർ വോളൊന്ന് ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്കിംഗ്, ആ ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ 3 ലെയേഴ്സാണ്. എപ്പിഡെർമിസും എൻഡോത്തീഷ്യവും മിഡിൽ ലെയറും 2 ഫങ്ഷൻസ്, പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെഹിസൻസ്. സോ കമ്മിങ് ടു ദ ഇന്നർമോസ്റ്റ് ലെയർ ടെപ്പീറ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മളുടെ നീറ്റ് പരീക്ഷകളിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ടെപ്പീറ്റമാണ്. ടെപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്പെഷ്യൽ സെൽസ്, മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ കാണിക്കുന്ന ചില സെൽസാണ് ടെപ്പീറ്റം. ഈ മൾട്ടി ന്യൂക്ലിയേറ്റ് ആവാനുള്ള കാരണം എന്തായിരിക്കും? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു അല്ലേ? കാരിയോകൈനസിസ് ഹസ് ടേക്കൺ പ്ലേസ്, പക്ഷെ അവിടെ സൈറ്റോകൈനസിസ് നടന്നിട്ടില്ല. അങ്ങനെയുള്ള ചില സെൽസാണ് ടെപ്പീറ്റം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കാണാം. ഇവരുടെ മെയിൻ ഫങ്ഷൻ ന്യൂട്രിറ്റീവ് ആണ്. ന്യൂട്രിഷൻ നമ്മുടെ സ്പോറോജീനസ് ആയിട്ടുള്ള സെൽസിന് ന്യൂട്രിഷൻ പാസ് ഓൺ ചെയ്യുക. അപ്പോൾ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക ടെപ്പീറ്റത്തിൻ്റെ ഫങ്ഷനാണ്. വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും അവസാനം പോളൻ ഗ്രെയിൻ്റെ മെച്ചോ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അവിടെ എക്സൈൻ പറയും. എക്സൈനിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, സ്പോറോപോളനിൻ. ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ ഫോർമേഷനും ടെപ്പീറ്റം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ 4 ലെയേഴ്സും പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഉള്ളിലത്തെ ഭാഗത്തേക്ക് വരാം അല്ലേ? ആ സെൻറ്റർ പാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി സ്പോറോജീനസ് സെല്ല് ഫോം ചെയ്തു. ഇനി അതിലെന്തായിരിക്കും സംഭവിക്കുക? കുറച്ച് മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുകയാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ എല്ലാവർക്കും അറിയാം, ഇക്വേഷണൽ ഡിവിഷനാണ്. 2 ഈക്വൽ ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യണം. അപ്പോൾ 1 or 2 മൈറ്റോട്ടിക് ഡിവിഷൻസ് അവിടെ നടക്കും. സ്പോറോജീനസ് സെൽ ബിക്കംസ് a sporogenous cell. Primary sporogenous cell gets converted into a sporogenous cell. അതാണ് അടുത്ത ചേഞ്ച്. റൈറ്റ്? ഇനി എന്താ സംഭവിക്കുക? സ്പോറോജീനസ് സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദേ ആർ ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ്. ഡിഫറൻഷിയേറ്റ് നമ്മൾ മുമ്പും പറഞ്ഞു അല്ലേ? ആ വാക്ക് ഡിഫറൻഷിയേറ്റ്. കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആവുകയാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫങ്ഷന് വേണ്ടി അവർ ഡെവലപ്പ് ചെയ്യാണ്. റൈറ്റ്? ആൻഡ് വാട്ട് ഡു വി ഗെറ്റ്? സ്പോറോജീനസ് സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈക്രോസ്പോർ മദർ സെൽ. ഇതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, PMC. PMC, പോളൻ മദർ സെല്ല് ഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പോളൻ മദർ സെല്ലിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ? പോളൻ മദർ സെല്ലിൽ നിന്നായിരിക്കും പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോ ചാർട്ടാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാം വരച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദ ഡയഗ്രാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്.
ആന്തറിൻ്റെ, ഇത് ആന്തർ അല്ലേ, ഇത് ഫിലമെൻറ്റ്, ആന്തറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണ് കേട്ടോ, CS. സോ ദിസ് ഈസ് വാട്ട് യു സീ. ഇങ്ങനൊരു സ്ട്രക്ചർ നമുക്ക് കാണാം. യെസ്, 2 ലോബ് ഉണ്ട് ആന്തറിന്, അതിവിടെ തന്നെ നമുക്ക് കാണാം. ഇറ്റ്സ് എ ബൈലോബ്ഡ് സ്ട്രക്ചർ. ബൈലോബ്ഡ്, റൈറ്റ്. ഇനി ഓരോ ലോബിലും, ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്, ഓരോ ലോബിലും 2 ചേമ്പേഴ്സ് കാണാം, റൈറ്റ്. സോ യു ക്യാൻ യൂസ് എ ടേം ഡൈതീക്കസ് അല്ലേ. ആന്തർ ഡൈതീക്കസ് ആണ്. ഓരോ ലോബിലും 2 ചേമ്പേഴ്സ്. ഇനി ഇതിൽ നമുക്ക് എന്ത് കാണാം? 4 സാക്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാം, റൈറ്റ്. ക്യാൻ യു സീ 4 sacs? 1, 2, 3, 4. So there are 4 sac-like structures which will contain microspores. ഇതിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പോർസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. ടെട്രാസ്പൊറാഞ്ചിയേറ്റ് 4 സാക്ക്-ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ ആന്തർ. ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. ഇപ്പോൾ 3 ടേംസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ്. ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ ലെയേഴ്സ് ഒന്ന് പറയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, റൈറ്റ്. ദ സെക്കൻഡ് ലെയർ വിൽ ബി എന്തായിരിക്കും? എൻഡോതീഷ്യം. The next layer will be the middle layer, and the innermost layer will be tapetum. Middle layer കഴിഞ്ഞിട്ട് ഏറ്റവും innermost ആയിട്ടുള്ള ലെയർ tapetum. So 4 wall layers. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ടാവും അല്ലേ? സ്പോറോജീനസ് ടിഷ്യൂ or sporogenous cells are formed. Okay, so this is how the വളരെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തൊരു സ്ട്രക്ചറാണ്. ആൻഡ് ഇൻസൈഡ് യു ഹാവ് ദി സ്പോറോജീനസ് സെൽസ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദീസ് ആർ ദി സ്പോറോജീനസ് സെൽസ്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ദാറ്റ് വി ഹാവ് ലേൺഡ് സോ ഫാർ. ഇനി എന്ത് വേണം? ഈ സ്പോറോജീനസ് സെല്ല് എങ്ങനെയാണ് ഒരു മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നത്? മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് എങ്ങനെയാണ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുക? അതെങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക? സോ വിൽ സീ ദിസ് സ്പോറോജീനസ് സെൽ. ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ, ഒരു സ്പോറോജീനസ് സെൽ. Okay, what happens to the sporogenous cell? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? PMC. PMC is also called pollen mother cell ഫോം ചെയ്തു. ഇനി what happens to the pollen mother cell? അടുത്ത ഡിവിഷൻ എന്തായിരിക്കും? Pollen mother cell is going to undergo meiosis. ഇത് ക്ലാസ് 11ൽ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിയോട്ടിക് ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിയോസിസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ്സ് എ റിഡക്ഷൻ ഡിവിഷൻ അല്ലേ? ഒരു റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ്. സോ പോളൻ മദർ സെൽ ഇസ് ഗോയിങ് ടു അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. അപ്പം നമുക്ക് എത്ര സെൽസ് കിട്ടും? ഒരു പോളൻ മദർ സെൽ, ഒരു സെല്ല് റിഡക്ഷൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്താൽ യു ഗെറ്റ് 4 cells, right? So you get a microspore tetrad. You're going to get 4 cells. ഒരു പോളൻ മദർ സെല്ലിൽ നിന്ന് 4 മൈക്രോസ്പോർസ് കിട്ടും. ആൻഡ് ദേ ആർ ടുഗെദർ. ഒരുമിച്ചാണ് അവർ ആദ്യം ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? മൈക്രോസ്പോർ ടെട്രാഡ്. അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡ് ഒന്ന് പറയാൻ പറ്റുമോ? പോളൻ മദർ സെൽ 2n ആണ്. മദർ സെൽസ്, മിയോസൈറ്റുകളെല്ലാം, മദർ സെൽസ് എല്ലാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? റിഡക്ഷൻ ആണ് അല്ലേ? യു ഗെറ്റ് n. അപ്പോൾ ഓരോ മൈക്രോസ്പോർസും n ആണ്. 4 സെൽസ് ഒരുമിച്ചാണ്. ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഈ 4 സെൽസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക? ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. യു ക്യാൻ സീ ദാറ്റ്
ഈ 4 സെല്ല് നമുക്ക് ഒരേ പ്ലെയിനിൽ ഇങ്ങനെ കാണാം. ഓക്കെ, ഇതൊരു ടെട്രാഡാണ്, മൈക്രോസ്പോർ ടെട്രാഡാണ്. യു ക്യാൻ സീ ഓൾ ദ 4 സെൽസ് അല്ലേ. ഈ ഒരു സ്റ്റേജിനെ നമുക്ക് ഐസോ ബൈലാട്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. യു ക്യാൻ സീ 3 സെൽസ് ഫ്രണ്ടിൽ, ഈ സൈഡിൽ നമുക്ക് 3 എണ്ണം. ഓൺ ദി അതർ സൈഡ് യു ക്യാൻ സീ ദ 4th വൺ. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് ടെട്രാഹീഡ്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കാം. ഇത് സാധാരണ ഡൈക്കോബ്സിലൊക്കെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഐസോബൈലാട്രൽ സാധാരണ മോണോകോബ്സിലാണ്. ഓക്കെ, അടുത്തൊരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. 4 സെല്ലും ഒരേ ഒരു ലൈനിൽ. അപ്പോൾ എന്തായിരിക്കും പേരെന്തായിരിക്കും? ലീനിയർ അറേഞ്ച്മെൻറ്റ്. യു ക്യാൻ കോൾ ഇറ്റ് എ ലീനിയർ ടെട്രാഡ്. ഓരോ സെല്ലും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് എ ലീനിയർ അറേഞ്ച്മെൻറ്റ്. വേറൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. 2 സെൽസ് ഇങ്ങനെ, 2 എണ്ണം ഇങ്ങനെ താഴ്ത്തേക്ക്. ഓക്കെ, സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ ടി അല്ലേ, ലെറ്റർ ടി പോലെയാണ്. ടി ഷേപ്ഡ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ മൈക്രോസ്പോർ ടെട്രാഡ്സ് ഏതൊക്കെ ഫോമിലാണ്? ഐസോബൈലാട്രൽ ആവാം, ടെട്രാഹീഡ്രൽ അറേഞ്ച്മെൻ്റ് ആവാം, ഒരു ലീനിയർ ഷേപ്പിലായിരിക്കാം അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ടി ഷേപ്ഡും ആവാം. 2 സെൽസ് ഒരു ടി പോലെ അല്ലേ, ലെറ്റർ ടി പോലെ അറേഞ്ച് ചെയ്താൽ ടി ഷേപ്ഡ്. ഓക്കെ, സോ സ്പോറോജീനസ് സെൽ പോളൻ മദർ സെല്ലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. പോളൻ മദർ സെൽസ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. യു ആർ ഗോയിങ് ടു ഗെറ്റ് 4 cells, which is called a microspore tetrad, and the microspore tetrads can be arranged in any of these. The common patterns ആണ്. വേറെ ഉണ്ട് കേട്ടോ, ഡെക്യൂസേറ്റ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ഉണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ടുള്ള 4 പാറ്റേൺസ് ഇങ്ങനെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ഇനി എന്താ, ഈ മൈക്രോസ്പോർസ് സെപ്പറേറ്റ് ചെയ്യും, ഈ ടെട്രാഡ്സ് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം എല്ലാവരും 4 സെല്ലും ഒരുമിച്ചാണ്. ഇനി എന്ത് വേണം? ഈ ഓരോ സെല്ലും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. So how do they separate? Dehydration. They are going to lose water and they are going to separate. So you get microspores. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മൈക്രോസ്പോർ ടെട്രാഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We get microspores. So this process, ഈ ഡെവലപ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? Microsporogenesis. Hope this is clear. അപ്പോൾ ഇനി എന്താ, ഒരു കാര്യം കൂടി പഠിക്കണം അല്ലേ, ഈ മൈക്രോസ്പോറ് എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അതാണ് നമ്മളുടെ അടുത്ത സ്റ്റേജ്. ഈ ഡയഗ്രാം എല്ലാവരും ഫെമിലിയർ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. ഇവിടെ നോക്കുക, ഇതൊരു മൈക്രോസ്പോർ. അപ്പോൾ നമ്മൾ വരച്ച മൈക്രോസ്പോറാണ്. പ്ലോയിഡി N ആണ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, വാക്യൂൾസ് ഒന്നും ഇല്ല, ഇങ്ങനൊരു സ്റ്റേജാണ്. അടുത്ത സ്റ്റെപ്പിൽ യു ക്യാൻ സീ ദാറ്റ് എ നമ്പർ ഓഫ് വാക്യൂൾസ് ഫോം ചെയ്യുകയാണ്. ന്യൂക്ലിയസിനെ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്തു. എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ സെൻട്രലാണ് ന്യൂക്ലിയസ്. വാക്യൂൾസ് ഫോം ചെയ്തപ്പോൾ ന്യൂക്ലിയസിനെ സൈഡിലേക്ക് പുഷ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അസിമെട്രിക് ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ ഫോം ചെയ്യണം. അസിമെട്രിക് സാധാരണ ഒരു മൈറ്റോട്ടിക്, ഇതൊരു മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് കേട്ടോ. ദിസ് ഇസ് എ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് ഈസ് അസിമെട്രിക്. മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്, അസിമെട്രിക് ആണ്. അപ്പോൾ എന്തായിരിക്കും, സാധാരണ ഒരു മൈറ്റോട്ടിക് ഡിവിഷനിൽ ഒരു സെല്ല് 2 ആയിട്ട് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക അല്ലേ. മൈറ്റോസിസ് ഇസ് കോൾഡ് ഇക്വേഷണൽ ഡിവിഷൻ. ഈക്വൽ സെൽസ് ആർ ഫോംഡ്. ഇവിടെ ഒരു അസിമെട്രിക് ആയിട്ടുള്ള ഡിവിഷൻ. സോ യു ഗെറ്റ് എ ബിഗ് സെൽ ആൻഡ് എ സ്മോൾ സെൽ. വലിയൊരു സെല്ലും ചെറിയൊരു സെല്ലും ഫോം ചെയ്യുന്ന ഡിവിഷനാണ്. ഇവിടെ നോക്കുക, അതാ അസിമെട്രിക് ആയിട്ടുള്ള സ്പിൻഡിൽ ഫോം ചെയ്തു, ഇതിനെ 2 ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. യു ഗെറ്റ് എ ബിഗ് സെൽ വിച്ച് ഇസ് കോൾഡ് ദ വെജിറ്റേറ്റീവ് സെൽ. ഈ വലിയ സെല്ലിനെ നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്നും, ഇതിൽ കെടുക്കുന്ന ചെറിയൊരു സെല്ലുണ്ട് അതിനെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്നും വിളിക്കും. ഓക്കെ, വെജിറ്റേറ്റീവ് സെല്ലിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ട്യൂബ് സെൽ. ട്യൂബ് സെൽ. ജനറേറ്റീവ് സെൽ ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് കണ്ടോ, കുറച്ചൊരു ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസും ആണ്. ഓക്കെ, സോ ദിസ് സ്റ്റേജ്
ഇത് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് കേട്ടോ. മൈക്രോസ്പോർ ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി. So this can be called a pollen grain. Pollen grain is also called the male gametophyte. Pollen grain ne namukku endu vilikam? It's called the male gametophyte. Appo pollen grain ന്റെ ഉള്ളിൽ എന്തുണ്ടാവും? Male gametes form ചെയ്യും. Phyte എന്ന് വെച്ചാൽ plant ആണ് അല്ലേ? So a plant body bearing gamete is called a male gametophyte. പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യണം? മെയിൽ ഗെമീറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ 2 സെൽസ് ആണ്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഫോം ചെയ്തു. ഈ സ്റ്റേജിനെ നമുക്ക് 2-celled സ്റ്റേജ് എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദ 2-cell സ്റ്റേജ്. അപ്പോൾ ഏതൊക്കെയാണ് സെൽസ്? വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ജനറേറ്റീവ് സെല്ലും ഉണ്ട്. ഇനി പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ പാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. യു ക്യാൻ ഗെറ്റ് 2 wall layers, റൈറ്റ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എക്സൈൻ എന്നും ഇന്നർ വോൾ ലെയറിനെ നമ്മൾ ഇൻടൈൻ എന്നും വിളിക്കും. സോ ഇറ്റ് ഹാസ് 2 wall layers, എക്സൈൻ ആൻഡ് ഇൻടൈൻ. എക്സൈനും ഇൻടൈനെ നമ്മൾക്ക് ഒരുമിച്ച് സ്പോറോഡേം എന്ന് വിളിക്കാം. എക്സൈൻ ഇൻടൈൻ is together is called sporoderm. എക്സൈൻ ഉണ്ട്, ഇൻടൈൻ ഉണ്ട്. Exine is the outer layer, intine is the innermost layer. Together they are called sporoderm. So this is a pollen grain. 60% of the time ആന്തറിൻ്റെ ഉള്ളിൽ ഈ ഡെവലപ്മെൻറ്റ് നടക്കും. 60% of the time ഈ സെൽഡ് സ്റ്റേജ് വരുമ്പോൾ, 2 സെല്ലുള്ള സ്റ്റേജിൽ വരുമ്പോൾ പോളൻ ഗ്രെയിൻസിനെ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഹാസ് 2 wall layers, എക്സൈൻ ആൻഡ് ഇൻടൈൻ. ഇന്നർ പാർട്ടിൽ നമുക്ക് 2 സെൽസ് കാണാം, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. പക്ഷേ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. ഒരു സ്റ്റേജും കൂടി നമുക്ക് പറയാം അല്ലേ? അതേതാ? 3-celled ആയിട്ടുള്ള സ്റ്റേജ്. അതാണ് ഫൈനൽ സ്റ്റേജ്. സോ യു ഹാവ് 2 wall layers, എക്സൈൻ ഇൻടൈൻ, വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ജനറേറ്റീവ് സെൽ ഇസ് ഗോയിങ് ടു അണ്ടർഗോ അടുത്ത മൈറ്റോട്ടിക് ഡിവിഷൻ. Generative cell will undergo the next, so I'll just write here, generative cell will undergo mitosis and form 2 male gametes. ഇപ്പോൾ ഇവിടെ 2 മെയിൽ ഗെമീറ്റ്സ് ഫോം ചെയ്തു. വെജിറ്റേറ്റീവ് സെല്ലാണ്, ഇത് രണ്ടും മെയിൽ ഗെമീറ്റ്സ് ആണ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ മെയിൽ ഗെമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ മൈക്രോഗെമറ്റോജനസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. സോ യു ആർ ഗെറ്റിംഗ് a 3-celled സ്റ്റേജ്. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗെമീറ്റ്സും ഫോം ചെയ്തു. സോ ദിസ് ഇസ് ദി മൈക്രോഗെമറ്റോജനസിസ്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Microsporogenesis, formation of a microspore, and formation of a pollen grain from the microspore. Yes. അടുത്തത് നമ്മളിതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എത്ര മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following layers of microsporangium provide nourishment to the developing anther? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് ആന്തർ? 4 wall layers നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പിഡെർമിസ്, the next layer was endothecium, അടുത്ത ലെയർ മിഡിൽ ലെയർ, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ടെപ്പീറ്റം. യെസ്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പിഡെർമിസും എൻഡോതീഷ്യവും മിഡിൽ ലെയറും എന്തായിരുന്നു ഫങ്ഷൻ? പ്രൊട്ടക്ഷനും ഡെഹിസൻസ് ഓഫ് ദി ആന്തർ. ടെപ്പീറ്റം ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, ഡെവലപ്പിംഗ് സ്പോറോജിനസ് സെൽസിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ടെപ്പീറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, സോ വിച്ച് വിൽ ബി യുവർ ആൻസർ? ടെപ്പീറ്റം ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെയേഴ്സ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് ആന്തർ? ദാറ്റ് ഇസ് ടെപ്പീറ്റം. ഓക്കെ, ഇനി മിഡിൽ ലെയേഴ്സ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മിഡിൽ ലെയേഴ്സ് പാരൻകൈമാറ്റസ് ആണ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആണ്. So they prepare the food
ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന മിഡിൽ ലെയേഴ്സ്. എൻഡോതീഷ്യം. എൻഡോതീഷ്യത്തിനെ പറ്റി ഒന്ന് എഴുതി വെക്കുക. സി, ഓപ്ഷൻ സി, എൻഡോതീഷ്യം. ദേ ഹാവ് U-shaped thickenings. U-shaped ആയിട്ടുള്ള തിക്കനിങ്സ് നമുക്ക് കാണാം. ദേ ആർ ലാർജ് സെൽസ്, വലിയ സെൽസ് ആണ്. ആൻഡ് എപ്പിഡേർമിസ് നമുക്ക് ഓൾറെഡി അറിയാം, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെല്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫങ്ഷൻ പെർഫോം ബൈ ഔട്ടർ 3 layers ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയം. ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് ദ ഡെവലപ്പിംഗ് പോളൻ ആണോ, പ്രൊവൈഡിങ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ആണോ, ഓർ ഹെൽപ്പിംഗ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ദി ആന്തർ ആണോ, അതോ ആദ്യത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ ആണോ? രണ്ടും ഉണ്ട് അല്ലേ. 3 layers, A and C. So your option will be D, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. എല്ലാവരും ആൻസർ ചെയ്യണമെന്ന് വിചാരിക്കണു. ഹോപ്പ് ഇറ്റ്സ് ഈസി ഫോർ യു. The microsporangium cells which possess dense cytoplasm and have more than one nucleus is the characteristic of. തിയറി കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം ഏത് സെല്ലാ? ബി ആണ് അല്ലേ. ടെപ്പീറ്റം, റൈറ്റ്. ടെപ്പീറ്റം മൾട്ടി ന്യൂക്ലിയേറ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇറ്റ്സ് മൾട്ടി ന്യൂക്ലിയേറ്റ്. So what happens in this condition? എന്തായിരിക്കും? കാരിയോകൈനസിസ് നടന്നു, സൈറ്റോകൈനസിസ് നടന്നിട്ടില്ല. കാരിയോകൈനസിസ് is not followed by cytokinesis, so it is multi-nucleate. അടുത്ത ക്വസ്റ്റ്യൻ വരാം അല്ലേ. എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. In young anther, the tissue occupying the center of each microsporangium. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലുള്ള ആ സെൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? Is it a megaspore mother cell? Is it a sporogenous tissue? Parietal tissue എന്നാണോ? അതോ ഇതൊന്നല്ല. None of this. എന്തായിരിക്കും? സ്ട്രക്ചർ ഓർമ്മയുണ്ടാവും. Yes, you have 4 microsporangium. ഇതിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂവിനെ എന്ത് വിളിക്കും? You call it sporogenous tissue. Sporogenous tissue ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുക? What does it develop into? Pollen mother cell ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് sporogenous tissue. Okay? So your answer will be option D, center of the microsporangium. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. PMC, pollen mother cells പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, റൈറ്റ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ സാക്കിനെ നമ്മൾ എന്താ വിളിക്കുക? മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കുക. പക്ഷെ ഇതൊന്ന് മെച്ചുറായി കഴിഞ്ഞ് പോളൻ ഗ്രെയിൻസ് അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്കിതിനെ വേറൊരു പേരും കൂടി വിളിക്കാം കേട്ടോ. യു ക്യാൻ കോൾ ഇറ്റ് പോളൻ സാക്ക്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വേറൊരു ടേമാണ് പോളൻ സാക്ക്. വൈ? ബിക്കോസ് ആസ് ഇറ്റ് മെച്ചേഴ്സ്, ആദ്യം ഇനീഷ്യലി മൈക്രോസ്പോർസ് ആയിരിക്കും, പിന്നെ അത് പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് സ്പോറോജീനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിനെ പോളൻ സാക്ക് എന്നും കൂടി വിളിക്കാം. ഇസ് ദാറ്റ് ഓക്കെ? നമ്മുടെ ആൻസർ സ്പോറോജീനസ് ടിഷ്യൂ. ഓക്കെ, ഡൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. അറേഞ്ച് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം അക്കോർഡിംഗ് ടു ദ പ്രസൻസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള അറേഞ്ച്മെൻറ്റ് ഏതൊക്കെയായിരിക്കും? വെരി ഈസി. എപ്പിഡെർമിസ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു മിഡിൽ ലെയർ എൻഡോതീഷ്യം, മിഡിൽ ലെയർ ടെപ്പീറ്റം. അപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ ഏതാ? ഇന്നർ മോസ്റ്റ് ലെയർ ടെപ്പീറ്റം, റൈറ്റ്. ദ നെക്സ്റ്റ് ലെയർ വിൽ ബി മിഡിൽ ലെയർ, പിന്നുള്ളത് എൻഡോതീഷ്യം, ദെൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ വിൽ ബി എപ്പിഡെർമിസ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? സി, ബി, എ, ഡി. ഓപ്ഷൻ ഡി ആണ്. വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത് നോക്കുക. സ്പോറോജിനസ് ടിഷ്യൂ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ ഇസ്. എന്താണ് ഈ സ്പോറോജിനസ് ടിഷ്യൂ? ഇസ് ഇറ്റ് എ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽ? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് ആണോ? ഡസ് ഇറ്റ് ഓക്യുപ്പൈ ദ സെൻറ്റർ ഓഫ് ദ മൈക്രോസ്പൊറാഞ്ചിയം? ഇസ് ഇറ്റ് പ്രസൻറ്റ് ഇൻസൈഡ് ദ യങ് ആന്തർ ഓർ ഓൾ ദി അബവ്? ഇതെല്ലാം പറഞ്ഞുകൂടെ നമുക്ക്? Can we say it as all the above? ഇവിടെ നോക്കുക. Is it a group of compactly arranged homogeneous cells? ആദ്യം തന്നെ നമ്മൾ എഴുതിയതാണല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ് ആയിട്ടുള്ള സെൽസ് ആണ്.
they occupy the center of the microsporangium. Microsporangiumത്തിന്റെ സെൻറ്ററിൽ occupy ചെയ്യുന്നു. They are present inside the young anther. Young antherലാണ് സ്പോറോജിനസ് ടിഷ്യൂ നമുക്ക് കാണാം. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? മൈക്രോസ്പോർസ് ആയിട്ട് മാറും. മെച്ചുവർ ആയിട്ടുള്ള ആന്തറിൽ അത് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. സോ യുവർ ആൻസർ ഇസ് ഓൾ ദി അബവ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ഈച്ച് സെൽ ഓഫ് ദ മൈക്രോസ്പോർ ടെട്രാഡ് ഇസ്. മൈക്രോസ്പോർ ടെട്രാഡിലെ ഓരോ സെല്ലും പ്ലോയിഡെയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മളത് പറഞ്ഞതാണ്. മൈക്രോസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് PMC എന്ന് വിളിക്കാം കേട്ടോ, പോളൻ മദർ സെൽ. മെഗാസ്പോ മദർ സെല്ലിനും MMC എന്നാണ് വിളിക്കുക. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട, വിൽ ജസ്റ്റ് കോൾ ഇറ്റ് PMC. ഓക്കെ, മൈക്രോസ്പോ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്തായിരിക്കും? പ്ലോയിഡി 2N ആണ്. Why is it 2N? Because it's a mother cell, you can call it a myocyte. ഒരു myocyte ആണ്, മദർ സെല്ലാണ്. സോ പ്ലോയിഡി ഇസ് N. This is going to undergo ഏത് ഡിവിഷനാ? മിയോസിസ് ആണ്. സോ വെൻ എ സെൽ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ, ഒരു സെല്ലിൽ നിന്ന് നമുക്ക് 4 സെൽസ് കിട്ടും അല്ലേ. സോ വി ഹാവ് ഓൾറെഡി ഡ്രോൺ ദാറ്റ് അറേഞ്ച്മെൻറ്റ്. ടെട്രാഹീഡ്രൽ അറേഞ്ച്മെൻ്റ് ആവാം, റൈറ്റ്, അല്ലെങ്കിൽ ഐസോ ബൈലാട്രൽ അറേഞ്ച്മെൻ്റ് ആവാം, ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കാം, ഓർ ഇറ്റ് കുഡ് ബി T-shaped arrangement. ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മളിപ്പോൾ വരച്ചു, റൈറ്റ്. അപ്പോൾ 4 സെല്ല് ഫോം ചെയ്യണം. അപ്പോൾ ഓരോ സെല്ലിൻ്റെയും പ്ലോയിഡ് എന്തായിരിക്കും? ഓൾ ദ സെൽസ് വിൽ ബി ഹാപ്ലോയിഡ്. മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്താൽ ഹാപ്ലോയിഡ് ആണ്. സോ യുവർ ആൻസർ വിൽ ബി N. ഓക്കെ, എല്ലാവരും ചെയ്തു അല്ലേ? എളുപ്പമാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ ദ സെൽ ഓഫ് ദ സ്പോറോജിനസ് ടിഷ്യൂ ടു ഫോം മൈക്രോസ്പോർ? ഒരു മൈക്രോസ്പോർ ഫോം ചെയ്യാനായിട്ട് സ്പോറോജിനസ് ടിഷ്യൂ അണ്ടർഗോ ചെയ്യുന്ന ഡിവിഷൻ. സോ എന്തായിരിക്കും? സ്പോറോജിനസ് ടിഷ്യൂ, ഇൻ ഓർഡർ ടു ഫോം ദ മൈക്രോസ്പോർ, ദിസ് ഇസ് 2N. In order to form the microspore, which is N, what sort of a division is required? Reduction division is required. ഈ ഡിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നീറ്റിലെ മെയിൻ ക്വസ്റ്റ്യൻസ് വരുന്നത് ഡിവിഷൻ ബേസ്ഡ് ആണ് കേട്ടോ. മിയോട്ടിക് ആണോ, എത്ര മിയോട്ടിക് ഡിവിഷൻസ് ഉണ്ട്, എത്ര മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നിട്ടുണ്ട്, ഇതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഫോർമേഷൻ ഓഫ് എ പോളൻ ഫ്രം പോളൻ മദർ സെൽ ഇസ് റെഫേർഡ് ടു ആസ്. പോളൻ ഫോർമേഷൻ ഫ്രം എ പോളൻ മദർ സെൽ ഏതായിരിക്കും? പോളിനോജനസിസ് ആണോ, മെഗാസ്പോറോജനസിസ് ആണോ, മൈക്രോസ്പോറോജനസിസ് ആണോ, ഓവുലേഷൻ ആണോ? ക്യാൻ കോൾ ഇറ്റ് മൈക്രോസ്പോറോജനസിസ്. നമ്മൾ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പോളൻ മദർ സെൽ ഇന്ന് ഒരു മൈക്രോസ്പോർ ഫോം ചെയ്യുന്നത് മൈക്രോസ്പോറോജനസിസും, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പോളൻ ഗ്രെയിൻ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ നമ്മൾ മൈക്രോഗെമിറ്റോജനസിസ് എന്നുള്ള ടേം യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നുള്ള ബെസ്റ്റ് ഓപ്ഷൻ മൈക്രോസ്പോറോജനസിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോളൻ ഗ്രെയിൻസ് ആർ മൈക്രോസ്പോർ ടെട്രാഡ്, ഡീഹൈഡ്രേറ്റഡ് മൈക്രോസ്പോർസ്, മെഗാസ്പോർ ടെട്രാഡ്, പോളൻ മദർ സെൽ. എന്തായിരിക്കും പോളൻ ഗ്രെയിൻസ്? എന്താണ്? യു ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ്. Pollen grains are male gametophytes. മെയിൽ ഗമീറ്റ് ക്യാരി ചെയ്യുന്ന സെൽസ് ആണ്. എത്ര മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും ഒരു പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ? എത്ര മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും ഇൻ ആൻജിയോസ്പേംസ്? 2 മെയിൽ ഗമീറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അത് മൈക്രോസ്പോർ ടെട്രാഡ് ആണോ, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ആണോ? മൈക്രോസ്പോർസ് ഫോം ചെയ്തു, ഇറ്റ്സ് റിമൈനിങ് ആസ് എ ടെട്രാഡ്, ഇറ്റ് അണ്ടർഗോസ് dehydration, individual ആയിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്തു, which develop into pollen grain. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും ഇതിൽ നിന്ന്? B, right? Dehydrated ആയിട്ടുള്ള pollen grains ആണ് which is developing into dehydrated ആയിട്ടുള്ള microspores ആണ് which develop into the pollen grain, right? So option D. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. Male gametophyte in angiosperm is represented by. Male gametophyte is represented by anthra ആണോ, andrecium ആണോ, microsporangium ആണോ,
പോളൻ ഗ്രെയിൻ ആണോ? ഓപ്ഷൻ ഡി അല്ലേ, പോളൻ ഗ്രെയിൻ. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് വേളിനെ നമ്മൾ ആൻഡ്രീഷ്യം, ഇൻഡിവിജ്വൽ പാർട്ടിനെ സ്റ്റേമൻ. റൈറ്റ്, സ്റ്റേമനിലെ ആന്തറും ഫിലമെൻറ്റും നമുക്കറിയാം. സോ ദി ഓപ്ഷൻ ഇസ് പോളൻ ഗ്രെയിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇതാണ്. പോളൻ ഗ്രെയിൻസ് ആർ, പോളൻ ഗ്രെയിൻസിൻ്റെ യൂഷ്വലി എന്താണ് കേട്ടോ? പല ഷേപ്പുകളുണ്ട്. സ്ഫെറിക്കലാണോ, ഓവലാണോ, ജനറലി സ്ഫെറിക്കലാണോ, ഇറഗുലർ ആണോ, പല ഷേപ്സ് കാണാം. ബട്ട് ദേ ആർ ജനറലി സ്ഫെറിക്കൽ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം സ്ഫെറിക്കലാണ്, എപ്പോഴും സ്ഫെറിക്കൽ അല്ല. റൈറ്റ്, അപ്പോൾ ഷേപ്പ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അതിൻ്റെ ഡയമീറ്റർ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയമീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിരിക്കണം, നല്ലതാണ്. ഡയമീറ്റർ ഓഫ് പോളൻ ഗ്രെയിൻസസ് 20 to 50 മൈക്രോമീറ്റേഴ്സ് ആണോ, 25 to 50 മൈക്രോമീറ്റേഴ്സ് ആണോ, 30 to 50 or 10 to 50 മൈക്രോമീറ്റേഴ്സ്? ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട്, 25 to 50 മൈക്രോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ന്യൂമറൽസ്, ഫിഗേഴ്സ്, ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഒന്ന് ഫെമിലിയർ ആവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, exine of pollen is, exine, the outermost layer of pollen grain. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൽ വരും. എക്സൈൻ ലെയർ ഡിസ്കണ്ടിന്യൂസ് ആണ്. എക്സൈൻ ലെയർ ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് a very special material called sporopollenin. സ്പോറോപോളനിൻ്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാവർക്കും അറിയാം. ടെപ്പീറ്റം സെക്രീറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ സ്പോറോപോളനിൻ. വളരെ ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് ഹൈലി റെസിസ്റ്റൻറ്റ് ആസിഡും ആൽക്കലിയും ഹൈ pH, ടെമ്പറേച്ചർ, എൻസൈമാറ്റിക് ആക്ഷൻസ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് സ്പോറോപോളനിൻ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഫോസിലൈസ്ഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് കിട്ടാൻ ചാൻസ് ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എക്സൈൻ്റെ കാര്യം ഓർത്തിരിക്കുക. ഡിസ്കണ്ടിന്യൂസ്, അതെന്തുകൊണ്ടായിരിക്കും ഡിസ്കണ്ടിന്യൂസ് ആവാൻ കാരണം? ഔട്ടർ ലെയർ എക്സൈൻ, ഇന്നർ ലെയർ ഇൻടൈൻ. എക്സൈനിൽ ചെറിയ ഓപ്പണിങ്സ് നമുക്ക് കാണാം, എന്നാൽ മാത്രമേ ഒരു പോളൻ ഗ്രെയിനിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എക്സൈൻ ഇത്രയും ഹാർഡായിട്ടൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? പോളൻ വിൽ നോട്ട് ബി ഏബിൾ ടു ജെർമിനേറ്റ്. റൈറ്റ്, സോ ഇറ്റ് ഹാസ് സർട്ടൻ ഓപ്പണിങ്സ്. ഇതിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ദീസ് ആർ കോൾഡ് ജേം പോർ. ഓക്കെ, ജേം പോർസ്. റൈറ്റ്, ഇനി ഉള്ളിലത്തെ ലെയർ എന്താണ്? ഇൻടൈൻ ആണ്. ഇൻടൈൻ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയർ ആണ്. സെല്ലുലോസും പെക്റ്റിനും സെല്ലുലോ പെക്റ്റിൻ കോമ്പൗണ്ട്സ് ഉള്ളതാണ് ഇൻടൈൻ. അതൊരു കണ്ടിന്യൂസ് ലെയർ ആണ്, വളരെ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ലെയർ ആണ്. എക്സൈൻ ഇസ് വെരി തിക്ക്. എക്സൈൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി സ്കൾപ്ചറിങ് ആണ് അല്ലേ. സ്കൾപ്ചറിങ്, പല പാറ്റേൺസ് നമുക്ക് കാണാം. മൈക്രോസ്കോപ്പിക്കോടെ പോളൻ ഗ്രെയിൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പല പാറ്റേൺസ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ സ്പൈക്ഡ് പാറ്റേൺ ആയിരിക്കും, ചിലതിലിങ്ങനെ ഫെറോഡ് പാറ്റേൺ ആയിരിക്കും, നിറച്ച് ഫെറോസ് കാണാം, ചിലപ്പോൾ ഡിപ്രഷൻസ് കാണാം, പല പാറ്റേൺസ് ആണ്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കിയാലോ. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. ഇസ് ഇറ്റ് ദ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ? Yes. Most resistant organic matter known, sporopollenin? Yes. Layer is made up of sporopollenin. That's also correct. Layer which can withstand high temperature, strong acids and alkali. Adum correct ആണ്. Layer which cannot be degraded by any known enzyme. Adum ശരിയാണ് അല്ലേ. So which of the following is correct? A, B, C, D and E. Option C. So ഇത്രയാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ. മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മൈക്രോഗെമറ്റോജെനസിസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സോ കീപ് ലേണിംഗ് എവ്രി വൺ. താങ്ക് യു.